ഞാനും സുഹൃത്തുക്കളും ചേർന്ന് അവളെ ബലമായി വണ്ടിയിൽ കയറ്റിയ ശേഷം അവളുടെ കഴുത്ത് ഞെരിച്ചു. അതിനുശേഷം ഞങ്ങൾ അവളെ ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ആ വഴി പോയെങ്കിലും അവളുടെ മൃതദേഹം അവിടെ എങ്ങും കണ്ടില്ലെന്നു മാത്രമല്ല ആ നാട്ടുകാരും ആ മരണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അവൾ ആരുടെയോ കൂടെ രാത്രി ഓടിപ്പോയെന്നും ഇനി ഒരിക്കലും അവൾ നാട്ടിൽ തിരിച്ചു വരില്ലെന്നും ഞങ്ങൾ ചില ആൾക്കാരെ കൊണ്ട് അവളുടെ നാട്ടിലും കോളേജിലുമൊക്കെ റൂമേഴ്സ് പരത്തി. അയാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദർശിന്റെ ഭാര്യ ആനി ഒരലർച്ചയോടെ അവിടേക്ക് കടന്നു വരികയും അതിന്റെ ബാക്കി ഇനി ഞാൻ പറയാമെന്ന് പറയുകയും ചെയ്തു. ആനിയിലെ ഈ മാറ്റം കണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്നത് തന്റെ ഭാര്യ ആനി അല്ലെന്നും അവളുടെ അനിയത്തി ഷൈനിയാണെന്നും ആദർശിന് മനസ്സിലായി. അവൾ അങ്ങനെ ആ കഥയുടെ അവസാന ഭാഗം പൂരിപ്പിക്കുവാൻ തുടങ്ങി. വഴിയിൽ മരിച്ചെന്ന് കരുതി അവരെന്നെ അവിടെ വെച്ച് ഉപേക്ഷിച്ചെങ്കിലും അവിടെ പെട്ടെന്ന് പെയ്ത മഴ എൻ്റെ ശരീരത്തിൽ ചെറിയ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് ഈ കൂട്ടത്തിലിരിക്കുന്ന മനുഷ്യന്റെ മുഖമുള്ള ഒരു ചെകുത്താൻ കടന്നു വന്നു. ഈ കഥ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.